ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കൺസോൾ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല, EV ചാർജ് ചെയ്യാൻ ഇപ്പോൾ UAE ഏകദേശം എത്രത്തോളം ചാർജ് ആവും. സ്പെഷ്യലി നമ്മളുടെ ടെസ്ല മോഡൽ 3 അവരുടെ സൂപ്പർ ചാർജിങ് നെറ്റ്വർക്കൊക്കെ പേയബിൾ ആക്കിയിട്ടുണ്ട്. അതെവിടെയൊക്കെയാണ്, മാത്രമല്ല നമ്മളുടെ BYD പോലുള്ള കാറുകൾ, അതല്ലെങ്കിൽ ടെസ്ല അല്ലാത്ത കാറുകൾ ടെസ്ലയും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏതാണ് ചാർജ് ചെയ്യാൻ എളുപ്പം, അല്ലെങ്കിൽ ഏതാണ് ചാർജ് ചെയ്യാൻ കൂടുതൽ ലാഭകരം എന്നൊക്കെ നോക്കാം. മാത്രവുമല്ല നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഒരു EV കാറ് ഇവിടെ നിലവിലെ സിറ്റുവേഷനിൽ UAE എടുക്കുന്നത് നല്ലതാണോ എന്നുകൂടെയാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് നമ്മുടെ ടെസ്ല മോഡൽ 3യുടെ ഒരു സെനാരിയോ ആണ്. അത് മറ്റൊന്നുമല്ല, നമ്മൾ വണ്ടി വാങ്ങിയിട്ട് 2020 ഡിസംബറിലാണ് നമ്മൾ ആദ്യമായിട്ട് വണ്ടി വാങ്ങിയത്. ഇപ്പോൾ ഏകദേശം 4 വർഷമാകുന്നു. ഇത്രയും നാൾ നമുക്ക് ടെസ്ല മോഡൽ 3യുടെ ചാർജിങ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഫ്രീ ആയിരുന്നു. അത് പറയുകയാണെങ്കിൽ നമുക്ക് ഇവരുടെ ചാർജിങ് നെറ്റ്വർക്ക് ആയിട്ടുള്ള സൂപ്പർ ചാർജിങ് നെറ്റ്വർക്ക് മിക്ക സ്ഥലങ്ങളിലും ഫ്രീ ആയിരുന്നു. പക്ഷേ എന്നാൽ റീസെൻ്റ്ലി വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് പ്രകാരം മോഡൽ 3യുടെ മാത്രമല്ല, ഒട്ടുമിക്ക എല്ലാ EV ചാർജിങ് സ്റ്റേഷൻസിൻ്റെയും, അഥവാ ടെസ്ല സൂപ്പർ ചാർജിൻ്റെ മാത്രമല്ല UAEയിലുള്ള മിക്ക ചാർജിങ് സ്റ്റേഷൻ്റെയും ചാർജിങ് നിരക്കുകൾ അവർ ഏകീകരിച്ചു. അതായത് യൂണിഫൈഡ് ചാർജിങ് റേറ്റാണ് ഇപ്പോൾ UAEയിൽ നിലവിലുള്ളത്. അത് ഒരു യൂണിറ്റിന് ഏകദേശം 1 ദിറംസ് 26 ഫിൽസാണ്, ഇൻക്ലൂഡിങ് വാറ്റായിട്ട് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഒരു ഇലക്ട്രിക് കാറ് വാങ്ങിയാൽ ഏകദേശം എത്ര രൂപ നമുക്ക് ഫുൾ ചാർജിന് ആകും എന്നാണ്. അപ്പോൾ ഈ ഒരു കാറിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 76 കിലോ വാട്ടാണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി. അതായത് നമുക്ക് 76 യൂണിറ്റ് വേണം 0 to 100 ചാർജ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു യൂണിറ്റിന് 1 ദിറംസ് 26 ഫിൽസ് എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു 95 to 96 അല്ലെങ്കിൽ 100 ദിറംസിന് ഉള്ളിലാവും. അപ്പോൾ നമുക്ക് 100 ദിറംസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാറിന് ഏകദേശം നമുക്കൊരു 400 മുതൽ 450 കിലോമീറ്റർ വരെ ഓടിക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് ടെസ്ലയുടെ ഒരു ചാർജിങ് റേറ്റ് എന്ന് പറയുന്നത്. അത് സൂപ്പർ ചാർജിങ് നെറ്റ്വർക്ക് ആണെങ്കിലും അതല്ല നമ്മൾ അഡ്നോക്കിൻ്റെയോ മറ്റുള്ള ഏതെങ്കിലും നെറ്റ്വർക്ക് യൂസ് ചെയ്താലും ഈ ഒരു ചാർജിങ് നിരക്കാണ്. അതായത് DC ഫാസ്റ്റ് ചാർജിന് 1 ദിറംസ് 26 ഫിൽസാണ്. AC ആണെങ്കിൽ 76 ഫിൽസാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞാൻ AC പേയ്മെൻറ്റ് ഇതുവരെ ചെയ്തിട്ടില്ല. ഷാർജ സിറ്റി സെൻറ്റർ, അതുപോലെ തന്നെ റാസൽ ഖൈമയിലേക്ക് വരുവാണെങ്കിൽ അവിടെ ഉള്ള സൂപ്പർ ചാർജിങ് നെറ്റ്വർക്കൊക്കെ നിലവിൽ ഫ്രീ ആണ്. പക്ഷേ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും നമുക്ക് സൂപ്പർ ചാർജ് ചെയ്യണമെങ്കിൽ പൈസ കൊടുക്കണം. അങ്ങനെ ഇപ്പോൾ നമ്മൾ സഹിയ സിറ്റി സെൻറ്ററിലുള്ള ചാർജിങ് സ്റ്റേഷനിലേക്ക് വന്നു. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചാർജ് ചെയ്യുന്നത് വളരെ ഈസിയാണ്. ഞാൻ ആദ്യം നമ്മളുടെ വണ്ടി ഓഫ് ചെയ്തു. പിന്നെ അതിനുശേഷം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ BYDയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BYDയുടെ സൈഡിലായിട്ടാണ് ഇവിടെ ഇത് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. ഇത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇതാണ് ABBയുടെയാണ് ചാർജർ ഉള്ളത്. ഈ ചാർജർ എടുക്കുക, ജസ്റ്റ് പ്ലഗ് ചെയ്യുക. ഇത്രയും ചെയ്താൽ മതി, വണ്ടി ചാർജായി തുടങ്ങും. അപ്പോൾ ഇതിന് വേറെ ഒതൻറ്റിക്കേഷൻ ഒന്നും വേണ്ട. ഇത്ര സിമ്പിളായിട്ട് നമുക്ക് വണ്ടി ചാർജ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് 2 രീതിയിൽ മനസ്സിലാക്കാം എത്ര നേരം എടുക്കുമെന്ന്. ഇവിടെ 22 കിലോ വാട്ട്സിൻ്റെ ചാർജർ ആണെങ്കിൽ പോലും നമുക്ക് BYDക്ക് മാത്രം ഇവിടെ കാണാം 6.2 കിലോ വാട്ടാണ് എടുക്കുന്നത്. അഥവാ നമുക്ക് 6.5 മണിക്കൂർ ഇത് ചാർജ് ചെയ്യാം. 33% നിന്ന് 100% എടുക്കാൻ 6.5 മണിക്കൂർ എടുക്കും. പക്ഷേ ടെസ്ലയാണെങ്കിൽ ഇതേ സെയിം ചാർജർ നമ്മളിവിടെ യൂസ് ചെയ്യുകയാണെങ്കിൽ ടെസ്ലയ്ക്ക് ഈ 6.2 എന്നുള്ളത് 12 കിലോ വാട്ട് എടുക്കും. അതുകൊണ്ട് ഇതിൻ്റെ പകുതി മണിക്കൂർ മതി, ഒരു 3.25 മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ ഫോണിൽ ഇത് അറിയാൻ പറ്റും എത്രയാണ് ചാർജ് ഉള്ളതെന്ന്. ഇപ്പോൾ നമ്മളിപ്പം ഇത് ഷോപ്പിങ്ങിന് പോവുകയാണെങ്കിൽ ഇത് ഇട്ടിട്ട് പോകുമ്പോഴത്തേന് ഏകദേശം എത്ര നേരം എടുക്കും ചാർജ് ചെയ്യാൻ, അതല്ലെങ്കിൽ ചാർജ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാൻ പറ്റും. അതിനനുസരിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും. ഇപ്പോൾ ഇത് ഇവിടുത്തെ കസ്റ്റമേഴ്സിന് വേണ്ടിയുള്ള, അഥവാ ഷോപ്പിങ്ങിന് വരുന്ന കസ്റ്റമേഴ്സിന് വേണ്ടിയുള്ള ഒരു ചാർജിങ് നെറ്റ്വർക്കാണ്. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഫ്രീ ആയിട്ടുള്ളതും.
അത് നമ്മൾ ആ രീതിയിൽ റെസ്പോൺസിബിളായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ചാർജിങ് നെറ്റ്വർക്കൊക്കെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. ഏകദേശം 10-16 ചാർജറിൽ കൂടുതൽ ഇവിടെ തന്നെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. മിക്ക സമയത്തും നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ചാർജിങ് അവൈലബിൾ ആയിരിക്കും, ഈ വീക്കെൻഡിൽ ഒഴിച്ച്. ഇപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത്, അഥവാ 2024 നവംബർ സമയത്ത് നമുക്ക് ഒരു ഇലക്ട്രിക് കാർ UAE വാങ്ങുന്നത് നല്ലതാണോ, അഥവാ വാങ്ങുന്നുണ്ടെങ്കിൽ ആർക്കൊക്കെയാണത് നല്ലതെന്ന് നോക്കാം. ഓഫ്കോഴ്സ് നിങ്ങൾക്കറിയാം, ടെസ്ല എന്ന് പറയുന്ന ഒരു വണ്ടിയുടെ ഏറ്റവും നല്ലൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സൂപ്പർ ചാർജിങ് നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ വീട്ടിൽ ഒരു ചാർജിങ് സ്റ്റേഷനോ അല്ലെങ്കിൽ വീട്ടിലൊരു ചാർജിങ് ഫോട്ടോ ഉണ്ടാകണമെന്നില്ലായിരുന്നു. അപ്പോൾ നമുക്ക് പുറത്തൊക്കെ പോയി ചാർജ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഇലക്ട്രിക് കാറുകൾ ഇപ്പോൾ വാങ്ങാൻ പറ്റുന്നത്, അതല്ലെങ്കിൽ ഇലക്ട്രിക് കാറുകൾ ഇപ്പോൾ വാങ്ങുന്നത് ലാഭമാണോ നഷ്ടമാണോ എന്ന് നോക്കുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിൽ ചാർജ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ട്. അഥവാ നമുക്ക് ഒരു വില്ലയൊക്കെ ആണെങ്കിൽ ഈ ഒരു ചാർജ് ചെയ്യാനുള്ള കോസ്റ്റ് നമ്മളെ അധികം ഇമ്പാക്റ്റ് ചെയ്യില്ല. കാര്യം നമ്മുടെ വീട്ടിൽ UAE കോമൺലി വരുന്നൊരു ചാർജ് എന്ന് പറയുന്നത് 30 ഫിൽസ്, അതായത് ഒരു യൂണിറ്റിന് 30 ഫിൽസിനുള്ളിലാണ്. പക്ഷേ നമുക്ക് പുറത്ത് ചാർജ് ചെയ്യാൻ അപ്രോക്സിമേറ്റ്ലി 1.26 ദിർഹംസാണ്. അപ്പോൾ അത്രയും ഒരു വ്യത്യാസമുണ്ട്, ഒരു 4 ഇരട്ടിയോളം വ്യത്യാസമുണ്ട് നമുക്ക് പുറത്ത് പോയി ചാർജ് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ഇത് ആർക്കാണ് നല്ലത് എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വീട്ടിൽ ചാർജിങ് ഫെസിലിറ്റി ഉള്ളവരാണ്. അല്ലാത്ത ആളുകൾ ഇപ്പോൾ ഫ്യുവൽ ലാഭിക്കാനായിട്ട് ഇലക്ട്രിക് കാറുകൾ വാങ്ങുന്നത് നിലവിലത്തെ സിറ്റുവേഷനിൽ ഉചിതമാണെന്ന് തോന്നുന്നില്ല. കാരണം നമുക്ക് 76 കിലോവാട്ട് ബാറ്ററി കപ്പാസിറ്റിയുള്ള ഒരു കാറിൽ ഫുൾ ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് എടുക്കുന്നത് 95 ദിർഹംസാണ്. അപ്പോൾ നമുക്ക് അതിന് സഞ്ചരിക്കാൻ സാധിക്കുന്ന കിലോമീറ്റർ എന്ന് പറയുന്നത് 400 മുതൽ 450 കിലോമീറ്ററാണ്. പക്ഷേ അതേ സെഗ്മെൻറ്റിൽ വരുന്ന മറ്റുള്ള വാഹനങ്ങൾ എടുത്ത് നോക്കുമ്പോൾ 100 മുതൽ 120 ദിർഹംസ് കൊണ്ട് നമ്മൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഈ പറഞ്ഞ കിലോമീറ്ററോ അതിൽ കൂടുതലോ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പെട്രോൾ കാറുകളും പിന്നെ ഇലക്ട്രിക് കാറുകളും ഉപയോഗിക്കുന്നതിൻ്റെ എക്സ്പെൻസ് ഓൾമോസ്റ്റ് സെയിം ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ ടെസ്ലയുടെ സൂപ്പർ ചാർജിങ് നെറ്റ്വർക്കിലൂടെയാണ് ഇവിടെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 30 മിനിറ്റ് അങ്ങാണ്ട് റിമൈനിങ് ഉണ്ട്. അതിൽ ഇവിടെ പേയ്മെൻറ്റിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ സെഷൻ കോസ്റ്റ് പറഞ്ഞിരിക്കുന്നത് 0 ആണ്. ഐഡിയൽ ഫീസും എല്ലാം 0 ആണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ റാസൽ ഖൈമയിലാണ് ഇത് ചാർജ് ചെയ്യുന്നത്. അതിൻ്റെ ഇവിടെ നോക്കുകയാണെങ്കിൽ, ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ റാസൽ ഖൈമയിൽ പ്രത്യേകിച്ച് പൈസയൊന്നുമില്ല. പക്ഷേ നമ്മൾ റാസൽ ഖൈമ, അജ്മാൻ, ഷാർജ, പിന്നെ ഫിജേറ, ഇവിടെ ഒന്നും പൈസയില്ല. പക്ഷേ തൊട്ട് താഴെ നമ്മൾ ദുബായിലേക്ക് പോകുമ്പോൾ വാഫി സിറ്റിയിൽ 1.26 പെർ കിലോവാട്ട്, അതുപോലെ തന്നെ ദുബായ് മോളിൽ അതേപോലെ ഉണ്ട്. ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും 1.26 പെർ കിലോവാട്ടിന് വേണ്ടി ചാർജ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയില്ല. നമുക്ക് ഇപ്പം നിലവിൽ ഷാർജയിലും റാസൽ ഖൈമയിലും അജ്മാനിലും ഫ്രീ ആയിട്ടുള്ളത്. മേ ബി അവർ പെട്ടെന്ന് തന്നെ ഇത് മാറ്റാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ നിലവിൽ നമുക്ക് ഫ്രീ ആണ്. അങ്ങനെ നമ്മുടെ സൂപ്പർ ചാർജിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ റാസൽ ഖൈമയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സൂപ്പർ ചാർജിങ് ചെയ്യാനായിട്ട് കംപ്ലീറ്റ് ഫ്രീ ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോർത്തേൺ എമിറേറ്റ്സിലൊക്കെ നിലവിൽ ഇത് ഫ്രീ ആണ്. ആദ്യം വൈകാതെ തന്നെ ഇവിടെയും ചാർജായി തുടങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ സൂപ്പർ ചാർജിങ് സ്റ്റേഷൻ തന്നെയാണ് ടെസ്ല എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഏറ്റവും സെല്ലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. 20 മിനിറ്റ് കൊണ്ട് നമുക്ക് അത്യാവശ്യം 0 to 80% നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഈ ഒരു സ്പീഡ് 240 കിലോ വാട്ട്സിൻ്റെ ഈ ഒരു ചാർജിങ് സ്പീഡ് മറ്റുള്ള ചാർജിങ് നെറ്റ്വർക്കിനെ ബീറ്റ് ചെയ്യാനായിട്ട് വളരെ പാടാണ് എന്ന് തന്നെ പറയാം. എന്നിരിക്കെ നമുക്ക് ഇപ്പോൾ ഒരു മോഡൽ 3 വാങ്ങുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അതൊരു ബാഡ് ഡിസിഷൻ ആണ് എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ പെട്രോൾ ലാഭിക്കാൻ വേണ്ടി EV എടുക്കുന്ന ആളുകൾ ഒന്നുകൂടി ചിന്തിച്ചിട്ട് വേണം
ഈ ഒരു വാഹനം എടുക്കാൻ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ 1-2 എപ്പിസോഡ് ഞാൻ വേറെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് വരുന്നുണ്ട്. എന്നാലും നമ്മളുടെ ടെസ്ല മോഡൽ 3 4 വർഷം ഉപയോഗിച്ചിട്ടുള്ളതിൽ നമുക്ക് വന്നിട്ടുള്ള എക്സ്പെൻസും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും മനസ്സിലായി കാണും ടെസ്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു EV ഇവിടെ UAE ഉപയോഗിക്കുന്നത് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചാർജിങ് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ദിസ് ഈസ് സജി സൈനിങ് ഓഫ്. ബൈ.